മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വീണ്ടും ജോയിൻ ചെയ്യുന്നത് ബെന്നി ചേട്ടനാണ്, ബെന്നി തോമസ് ചെരപ്പറമ്പൻ. ബെന്നി ചേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്, ബെന്നി ചേട്ടൻ റീസെൻ്റായിട്ട് കുവൈറ്റിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒത്തിരി നേഴ്സുമാർ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വന്നിട്ട് ജോലി കിട്ടാതെ ഒത്തിരി പേര് ദുരിതം അനുഭവിക്കുന്നുണ്ട്. പല ആളുകളും എന്നെ വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. പലരും പറയുന്നത് അവർ ജോലി കിട്ടാതെ ഡിപ്രഷൻ്റെ വക്കിൽ ആണെന്നൊക്കെയാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഇതിനെക്കുറിച്ച് ചെയ്തൊരു വീഡിയോയുടെ കമൻറ്റ് ചേട്ടനൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി ആളുകൾ അവരുടെ ആ ഒരു കഷ്ടതകൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റാൻഡമായിട്ട് ബെന്നി ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെന്നി ചേട്ടൻ എന്നോട് പറഞ്ഞു, ചേട്ടന് കുറേ കാര്യങ്ങൾ, ചേട്ടൻ്റെ അനുഭവങ്ങളും, അതുപോലെ തന്നെ ബെന്നി ചേട്ടൻ 20 വർഷത്തോളം കുവൈറ്റിലുണ്ടായതാണ്. അപ്പോൾ ബെന്നി ചേട്ടന് വലിയൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അവിടെയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരും ഈ റീസെൻ്റായിട്ട് വന്നിട്ട് തിരിച്ചു പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ ഒരു ചേട്ടൻ നിലയ്ക്ക് അവർ ബെന്നി ചേട്ടനോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ബെന്നി ചേട്ടൻ ഇങ്ങനെ ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടത്തിയ ഡിസ്കഷനിൽ നിന്ന് വന്നൊരു വീഡിയോ ആണെന്ന്. ബെന്നി ചേട്ടന് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വീഡിയോ ബെന്നി ചേട്ടൻ മുമ്പ് ചെയ്തിരുന്നു, അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി റിലേറ്റഡ് ചെയ്തിട്ട്. അപ്പോൾ ബെന്നി ചേട്ടാ, തീർച്ചയായിട്ടും ഇതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ വിക്റ്റിമായിട്ട് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് വരികയും ജോലി കിട്ടാതെ തിരിച്ചു പോവുകയും അവർക്ക് ജോലി നഷ്ടപ്പെടുകയും ഒന്നുമില്ല, രണ്ടിൻ്റെ നടുക്കായിട്ട് നാട്ടിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം ചേട്ടൻ്റെ ഒരു ഇൻസൈറ്റ് ചേട്ടൻ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഔട്ട്സ്പോക്കൺ മലയാളി എന്ന ഈ ചാനലിലൂടെ എനിക്കുണ്ടായ അനുഭവങ്ങളും അതേപോലെ തന്നെ ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ കിട്ടിയ ഈ പ്ലാറ്റ്ഫോം, ഈ ഒരു സമയത്തിനും സന്ദർഭത്തിനും ഒത്തിരി നന്ദിയുണ്ട് ഈ ചാനലിനോട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ആദ്യമേ തന്നെ നമ്മൾ GCCയിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ന്യൂസിലാൻഡിലേക്ക് നേഴ്സുമാരാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ ന്യൂസിലാൻഡിലേക്ക് ക്യാപ്പ് കോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പറയുന്നത് ഏറ്റവും നല്ലതാണ്. അതെടുത്ത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ചിലരും ഇതൊരു ഹൈഡ് ചെയ്ത് വയ്ക്കും. IELTS എഴുതുന്നതും അല്ലെങ്കിൽ മറ്റേ OET ഒക്കെ എഴുതുന്നതൊക്കെ ടോട്ടലി ഹൈഡ് ചെയ്ത് വയ്ക്കും. ചിലർ 5-10 പ്രാവശ്യമൊക്കെ എഴുതും. അപ്പോൾ അത് നാണക്കേട്, ആ ഒരു നാണക്കേടിനെ ബേസ് ചെയ്തിട്ടാണ് പറയാതിരിക്കുന്നത്. രണ്ടാമത്, ഇത് എങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിഞ്ഞാൽ പിന്നെ പോയില്ലെങ്കിൽ മോശം കേടല്ലേ. അതൊന്നല്ല റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയത്, സത്യസന്ധമായിട്ട് നമ്മളെടുക്കുന്ന സ്റ്റെപ്പുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലോസ് ഫ്രണ്ട്സ് വഴി ഇവിടുത്തെ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ആൾക്കാർ കയറി വരുന്നു. അത് കയറി വരുന്നത് നല്ല ജോലി റിസൈൻ ചെയ്തിട്ടാണ് കയറി വരുന്നത്. അതായത് അവർക്ക് ഉണ്ടായിരുന്ന, ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ഉണ്ടായിരുന്ന രണ്ടുപേരുടെയും ജോലി റിസൈൻ ചെയ്തിട്ടാണ്. യെസ്, അതായത് ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഹസ്ബൻഡിനായിരിക്കും ഭയങ്കര സാലറിയും വൈഫിന് ഒരു നോർമൽ ലെവലിലുള്ള സാലറി. ചില സ്ഥലങ്ങളിൽ ഹസ്ബൻഡിന് സാലറി കുറവായിരിക്കും. ചിലപ്പോൾ ഒരു 60% ഹസ്ബൻഡുമാർക്ക് സാലറി കുറവ്. ഗൾഫിൽ GCCയിലൊക്കെ നേഴ്സുമാർക്കൊന്നും ഹൈ സാലറിയാണ്, മനസ്സിലായോ? അപ്പം അവർ ഈ ജോലി കളഞ്ഞിട്ട് രണ്ടുപേരും ജോലി കളഞ്ഞ് ചിലരും മക്കളെ നാട്ടിൽ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിക്കുന്നു. ഇവിടെ ക്യാപ്പിന് വരുമ്പോഴാണ് ഇവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാകുന്നത്. ജോലിയില്ല. മാത്രമല്ല, വലിയൊരു ഫണ്ട് ഏജൻസികൾക്ക് കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. അത് ഇപ്പോൾ പലരും PR വാങ്ങിത്തരാം എന്നും പറഞ്ഞ്, അപ്പോൾ പല രീതിയിലാണ് ആൾക്കാർ കാശ് വാങ്ങുന്നത്. അതായത് ഇപ്പോൾ PR പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വലിയൊരു ഫാമിലി പാക്കേജ്. ഞാനൊക്കെ വന്ന സമയത്ത് പിന്നെ ചേട്ടാ, ഞാനൊക്കെ എൻ്റെ PR ഡയറക്റ്റാണ് ഇട്ടത്. വളരെ ചെറിയൊരു എമൗണ്ട് ഏജൻസിക്ക് അന്ന് ക്യാപ്പ് സീറ്റ് എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ഇവിടെ PR പാക്കേജ് എടുത്ത് വരണമെന്നൊന്നും. കാരണം അതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസരത്തിൽ ഒരു ജോലി പോലും കിട്ടുമെന്ന് ഉറപ്പില്ല. ഓസ്ട്രേലിയയിലാണോ ന്യൂസിലാൻഡിലാണോ ജോലി കിട്ടുന്നതെന്ന് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനത്തെയുള്ള പാക്കേജിനൊന്നും കമ്മിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ. അത് ഈ അവയർനെസ് കുറവായതിൻ്റെയാണ്. ഇപ്പോൾ അവയർനെസ്സും പിന്നെ എന്നെപ്പോലെ തന്നെ കുറച്ച് മടിയന്മാർ, അതായത് ഈ പേപ്പർ വർക്ക് നടത്താനൊക്കെ കുറച്ച് മടിയുള്ളവരും, ഇപ്പോൾ
അതിന് കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ക്യാപ് സീറ്റൊക്കെ ഒരു പരിധി വരെ നമുക്ക് തന്നെ എടുക്കാം. പക്ഷേ ഇപ്പോൾ ഇത്തിരി റീസെൻ്റ് ആയിട്ട് ഇത്തിരി ടൈറ്റ് ഒക്കെയാണ്. പക്ഷേ എഗെയിൻ ഇപ്പോൾ പുതിയൊരു സ്കീമിലേക്ക് പോകുമ്പോൾ ഓസ്കി ആൻഡ് എക്സാം ഇതൊക്കെ ഓൺലൈനിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു എടുക്കാൻ കാര്യം. പറ്റുന്ന അതെ. അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ക്യാപ്പ് സ്റ്റുഡൻസായിട്ട് കയറി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി കളയാതിരിക്കുക. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ജോലി കളയരുത്. ഈവൻ ക്യാപ് സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആ സ്റ്റുഡൻറ്റും ജോലി കളയാതെ ലീവൊക്കെ എടുത്ത് ഇവിടുത്തെ ക്യാപ്പ് എഴുതി. ന്യൂസിലാൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം ഓൺലൈനാണ്. അതെ, ഈവൻ ഒരു ആപ്ലിക്കേഷൻ അതുമാതിരി ഇൻ്റർവ്യൂ എല്ലാം ഓൺലൈനാണ്. നമ്മൾ ഈ രാജ്യത്ത് നമ്മുടെ ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും ഇരുന്ന് ക്യാപ്പ് എഴുതി പിറ്റേ ദിവസം നമുക്ക് നാട്ടിൽ പോകാം. ഇവിടെ പലരും അങ്ങനെ നാട്ടിൽ പോയവരുണ്ട്. ഇപ്പം ഞാൻ ജോലി കിട്ടി തിരിച്ചു വന്നവരും ഓസ്ട്രേലിയ ജോലി കിട്ടുന്നവരും. അതെ. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യ നേഴ്സാണ്. എനിക്ക് ഇപ്പം ഞാനൊരു അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. സത്യത്തിൽ ഇപ്പോൾ 11 മാസമായിട്ട് ഞാനിവിടെ ഊബർ ഈറ്റ്സ് ഓടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കുടുംബം കൊണ്ടുപോകാനായിട്ട്. പക്ഷേ എനിക്ക് ഒത്തിരി ഈ ഊബർ ഈറ്റ്സ് ഓടിക്കുന്ന CA-കാരുണ്ട്, IT എൻജിനീയേഴ്സ് ഉണ്ട്, നല്ല ക്വാളിഫൈഡ്, എന്നേക്കാൾ ഒത്തിരി ക്വാളിഫൈഡുള്ള ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഊബർ ഫ്രണ്ട്സാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഇപ്പോൾ വൈഫിന് ഒബിയസ്ലി ആ ഒരു വലിയ ക്രൈസിസ് വരുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ക്രൈസിസ് തുടങ്ങിയ സമയത്ത് തന്നെ ജോലി കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ആളുകൾക്ക് ജോലി പോലും കിട്ടുന്നില്ല. പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഒത്തിരി മൈഗ്രേഷൻ ഗൾഫിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ നടന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ സാച്ചുറേറ്റഡ് ആയി ഓപ്പൺ വർക്ക് വിസയിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്ത് ജോലി ചെയ്യാൻ റെഡിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ മൊത്തത്തിൽ ജോലി കിട്ടാനായിട്ട് നല്ല പാടാണ്. ചേട്ടന് ഗൾഫിൽ നിന്ന് 10-20-25 വർഷം ഫാമിലി ആയിട്ട് അവിടെ ജീവിച്ചിട്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അറ്റ് സം സ്റ്റേജ് ചേട്ടന് ഇവിടെ നിന്ന് വന്നത് മണ്ടത്തരമായി, തിരിച്ചു പോയാലോ എന്ന് ചേട്ടൻ. അതെ. കാരണം നമ്മൾ വലിയൊരു സാലറി ഏൺ ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ ജോലി കിട്ടാതെ വരിക, ആ ഒരു ഏണിങ്സ് നിന്ന് പോവുക, വീട്ടിൽ ഇരിക്കുക. അപ്പോൾ നല്ലൊരു ഡിപ്രഷൻ മൂഡിലേക്ക് ശരിക്കും പോകും നമ്മൾ. ശരിക്കും നമ്മൾ ഡിപ്രഷൻ മൂഡിലേക്ക് പോകും. പക്ഷേ ജോലി കിട്ടാത്തതിൻ്റെ ഒരു ഇതാണോ അതോ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ല, എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായി? വീടുകളിൽ മാത്രം ഇരുന്ന് ഈ ഒരു രക്ഷയില്ല ജീവിക്കാനായിട്ട്. അതിൽ ഏറ്റവും വലിയ ഇത് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് ഈ ഫാമിലിയായിട്ട് ക്യാപ്പ് പഠിക്കാൻ വരാണ്. അത് ചെയ്യുന്നത് വലിയ മണ്ടത്തരാണ്. ഫാമിലിയായിട്ട് ക്യാപ്പ് ചെയ്യാൻ വരരുത്. എനിക്ക് തോന്നുന്നു അത് ചില ഏജൻസികളൊക്കെ പ്രൊമോട്ട് ചെയ്താണ്. അങ്ങനെ ഒരിക്കലും വരരുത്. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ്. ഇവിടെ ഒരു വീട് റെൻറ്റിന് എടുക്കുക, കുട്ടികളായിട്ട് ഇവിടെ കഴിയുക, വലിയൊരു എക്സ്പെൻസാണ്. വീക്കിലി ഭയങ്കര ഒരു എക്സ്പെൻസാണ് പോകുന്നത്. അതും പലരൊക്കെ കയറി വരുന്നത് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടാണ്. മനസ്സിലായ? അല്ല, നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്ത കുറച്ച് വീഡിയോയിൽ സാഹചര്യമായിട്ട് ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ വരുമ്പോൾ പറയുക ഞാനൊരു പ്രോഗ്രാം ചെയ്യാൻ വരുന്നതാണ്, തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, അല്ലാതെ നമുക്കിവിടെ ജോലി കിട്ടുന്നൊന്നും ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ. ഒരു വർഷം മുമ്പൊന്നും ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1.5 വർഷം മുമ്പ് അന്നൊക്കെ കയറി വന്നിരുന്നെങ്കിൽ പിന്നെയും കയറി വന്നവർക്കൊക്കെ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. റീസെൻ്റ് ആയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ. ക്യാപ്പ് സ്റ്റുഡൻസിൻ്റെ GCCയിൽ നിന്ന് ക്യാപ്പ് സ്റ്റുഡൻ്റായിട്ട് വരുന്നവർ ഒരിക്കലും ഫാമിലികൾ 2 പേരും റിസൈൻ ചെയ്യരുത്. നിങ്ങളുടെ ജോലീനെ സേഫാക്കി അവിടെ നിർത്തുക. ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ മാത്രം ഫാമിലിയായിട്ട് വരിക. ഒരിക്കലും അങ്ങനത്തെ മണ്ടത്തരം ചെയ്യരുത്. ഞാനിവിടെ ഈ ഊബറും തന്നെ ഒത്തിരി ട്രാൻസ്പോർട്ടേഷനൊക്കെ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അവരായിട്ട് ഞാനിങ്ങനെ അവരുടെ ഷെയർ ചെയ്യും, അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ. യെസ്, അതെ. ഞാൻ കയറുമ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയും. അപ്പോൾ ആ കുട്ടികൾ പറയണത് സ്വർണം വിറ്റും വായ്പ എടുത്തും അങ്ങനെ, അതേപോലെ തന്നെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതാ അവർ പറയണത്. ആ രീതിയിൽ എല്ലാവരോടും ഐ കാണ്ട് ആൻസർ ടു ദം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ. അത്തരം പ്രതീക്ഷകളൂടെയാണ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് കയറി വന്നിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല ചേട്ടാ, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകണേ, അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോഴേക്കും അവർ പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം ക്യാപ്പ് കഴിഞ്ഞിട്ട്. പക്ഷേ ഏറ്റവും വലിയ മണ്ടത്തരം ഇവർ ചെയ്യുന്നത് 2 പേരും ജോലി കളയുന്നത്. അതെ, ഒത്തിരി ആളുകൾക്ക്. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആളുകൾ ഗൾഫിൽ നിന്ന് ജോലി 2 പേര് റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് ക്യാപ്പ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നില്ല. ഇപ്പം നാട്ടിൽ പോയി നിൽക്കുന്നു, വരുമാനമില്ല,
വളരെ ഫ്രസ്ട്രേഷനാണ് അവർക്ക്. എവിടേക്കെങ്കിലും ഇപ്പോൾ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ പെട്ടെന്ന് ജോലി നിർത്തി വന്ന ഒരാൾക്ക് പെട്ടെന്ന് നാട്ടിൽ ജോലിക്ക് കയറുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വീണ്ടും വല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ജോലിക്ക് കയറുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ പോസിബിലിറ്റി ഉണ്ട് ചില ശരിക്കും പറയുകയാണെങ്കിൽ ഗൾഫിൽ വളരെ അത് ആ ഒരു ജോലീനെ ആ കാറ്റഗറീനെ അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള കാണുന്നത്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഫിറ്റർ, വെൽഡർ, ഇങ്ങനെയുള്ള തൊഴിൽ അറിയാവുന്നവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ന്യൂസിലാൻഡ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ വളരെ ഈവൻ ഒരു നിങ്ങൾ ഒരു RN നേഴ്സ് വാങ്ങുന്നതിനേക്കാൾ ഒരു 40% എബവ്, അതായത് അറൗണ്ട് $70 to $80 വരെ ഒരു വർഷം അവർക്ക്. എനിക്ക് തോന്നുന്നു ചേട്ടൻ, സോറി കട്ട് ചെയ്തതിൽ, ഈ $70 to $80 ഉപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വീട്ടിലൊരു പ്ലംബറെ വിളിച്ചതിന് 1 മണിക്കൂർ വന്ന് പുള്ളിയുടെ പണി ചെയ്തിട്ട് പോയതിന് $350 പ്ലസ് GST ആണ്. അതായത് ആ ഒരു വർക്ക് ചെയ്തതിന്, അതൊരു വർക്കിൻ്റെ കോസ്റ്റാണ് പുള്ളി. അപ്പോൾ നമുക്ക് അവർലി റേറ്റ് അല്ല അവർ എന്ന് കരുതി ഞാനൊരു പ്ലംബറാന്ന് പറഞ്ഞ് ഓടി ന്യൂസിലാൻഡിലേക്ക് വരരുതിട്ട്. അതിനുള്ള രജിസ്ട്രേഷൻ എടുക്കണം. ഇലക്ട്രീഷ്യൻ ആയാലും പ്ലംബർ ആയാലും അവർക്ക് എല്ലാം രജിസ്ട്രേഷൻ എടുക്കണം. അഗെയിൻ ഈ ഒരു ഏരിയയിലും ഗൾഫിലൊക്കെ ഒത്തിരി ആളുകൾ കാശ് കൊടുത്ത് വഞ്ചിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ അതും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വഞ്ചിക്കപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പ്ലംബർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് $80 to $100 കിട്ടും പെർ അവർ എന്നൊക്കെ പറഞ്ഞ് ഒരു മസാലയ്ക്ക് പരട്ടി പറഞ്ഞ് ഇതേമാതിരി ചതിക്കുഴിയിൽ പെടുന്ന ആൾക്കാരുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ നിയറസ്റ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ IT ഫീൽഡിൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറയണ്ടായി, ഇപ്പോൾ ചേട്ടൻ ഊബറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ചേച്ചി നേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൾഫിലെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഒബിയസ്ലി നിങ്ങൾ ഏൺ ചെയ്തിരുന്ന ഒരു പൈസയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് മാസീവായിട്ടൊരു കട്ട് ഉണ്ടായി. ആ ഒരു പീരീഡ് 1 year. പക്ഷേ എന്ന് കരുതി നമ്മൾ ഈ 10-27 വർഷം ഗൾഫിൽ വർക്ക് ചെയ്താണല്ലോ, അപ്പോൾ ഒരു ബേസ് ആയി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഈ വരുമാനം എന്ന് പറയുന്ന സാധനം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഒരു കണ്ടിന്യൂസ് റവന്യൂ നമുക്ക് നമ്മുടെ ലൈഫിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മാനസികമായിട്ടുള്ളൊരു ഒരവസ്ഥ, അത് ഏതൊരു മനുഷ്യനുണ്ടാവുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ്റെ മക്കളെല്ലാം ടീനേജേഴ്സാണ്. അപ്പോൾ ചേട്ടന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ ഇവഞ്ച്വലി ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതെ, എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് ടൈമിലാണ് മൈഗ്രേറ്റ് ചെയ്തത്. അതായത് എൻ്റെ മകള് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്നു, മകൻ 11th, അടുത്ത മകൻ 10th. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു കോസ്റ്റ് കട്ടിംഗ് ആണ്. കാരണം ഇനി നമ്മൾ ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഒരു ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ നമുക്കൊരു വലിയൊരു ഫണ്ട് നമുക്ക് വേണം. പക്ഷേ ഇവിടെ ഞാൻ വന്നു, എനിക്ക് PR ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ എനിക്ക് യൂണിവേഴ്സിറ്റിയിലും കോളേജ് ലെവലിലും പഠിപ്പിക്കാനായിട്ട് എനിക്ക് എൻ്റെ ഫണ്ട് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. അതിൻ്റെ 1/3 എനിക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഈ സമയം എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആപ്റ്റ് ടൈമായിരുന്നു ബെന്നി സെലക്ട് ചെയ്ത് ഒരു മൈഗ്രേഷൻ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി, പാരൻസ്, അത് നമ്മുടെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് അത് എപ്പോഴും തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു. പക്ഷേ എപ്പോഴും നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു, ഞാൻ പലരോട് അഡ്വൈസ് ചെയ്തപ്പോൾ നീ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്യുക. പക്ഷെ നമ്മുടെ ഒരു ആവശ്യമാണ് മൈഗ്രേഷൻ അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ഒരു സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ എക്സ്പെൻസീവാണ്. ഈവൻ പഠിച്ചാലും നമുക്ക് ഈ പറഞ്ഞ സാലറിയും കിട്ടും. മൈഗ്രേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ലാസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തിട്ട് ചേട്ടൻ അവസാനിപ്പിച്ചു. അതെ, എനിക്ക് ഈ CAP സ്റ്റുഡൻസിനോടും അതുമാതിരി തന്നെ ഇതേമാതിരി ജോലി അന്വേഷിക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജോലി കളയാതെ നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒരു നല്ലൊരു റിസർച്ച് നടത്തുക ഞാൻ ചെയ്യാൻ പോണ കാര്യത്തിനെക്കുറിച്ച്. എന്നിട്ടേ നിങ്ങൾ ജോലി കളയാൻ പാടുള്ളൂ. 100% ജോലി കളയാതെ ലീവ് എടുത്ത്, ഈവൻ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് വരിക, വൈഫാണെങ്കിൽ വൈഫ് മാത്രം വരിക. ഫാമിലിയായിട്ട് വന്ന് നമ്മൾ ഇനി ഒരു 3 മാസത്തെ ഒരു ടൂറാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫെയർ, അത് ആ ഫണ്ടിങ്ങിന് നമുക്ക് ബാക്കപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തില്ല. നമുക്ക് ഇതൊക്കെ കറങ്ങണതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു 90% ആൾക്കാരും
നമ്മൾ പരിചയപ്പെട്ടിടത്തോളം അവർക്കെല്ലാം ദുഃഖമാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആരും ദുഃഖിക്കാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ഈ ഔട്ട്സ്പോക്കൺ മലയാളിയോട് ഞാൻ ചോദിച്ച് മേടിച്ച ഒരു 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 ടൈമാണത്. എനിക്കിത് പറയണം, എവിടെയെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റൂ. ഇങ്ങനത്തെ ഒരു മീഡിയയാണ് ഞാൻ ഈ 10 മാസക്കാലം ഇതെങ്ങനെ പറയും. എൻ്റെ വാട്സപ്പിലൂടെയൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും ഇദ്ദേഹത്തിന് കിട്ടുന്ന ആ റീച്ച് എനിക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് എലമെൻ്റ് ഉള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ബെന്നിച്ചേട്ടൻ്റെ ഓൺ എക്സ്പീരിയൻസ്, ബെന്നിച്ചേട്ടൻ എന്നോട് പറഞ്ഞ വാക്ക്, ഞാനൊരു വിക്റ്റിമാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് ബെന്നിച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ബെന്നിച്ചേട്ടൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് വളരെ വലിയൊരു നന്ദി. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ. അതെ, ശ്രോതാക്കൾക്കും നന്ദി. അതെ, അപ്പോൾ നന്ദി. ഓക്കെ, താങ്ക്സ്.